നമ്മൾ പണക്കാരനാവാൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലേക്ക് കുറച്ച് പണം വന്ന് ചേരുന്നതിന് മുൻപ് നമുക്ക് പ്രകൃതി ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളുടെ പ്രകൃതി നമ്മളോട് സംസാരിക്കും. മനസ്സിലായോ? അങ്ങനെ പ്രകൃതി സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുവോ അന്ന് മുതൽ നമ്മളുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷ്മി ദേവി നമ്മളുടെ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഒരു 10 ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാലും മതി കേട്ടോ. നമുക്ക് പണക്കാരനാവാൻ ലക്ഷ്മി ദേവി വേണമല്ലോ നമ്മളെ വീട്ടിലേക്ക് കയറി വരാൻ. അപ്പോൾ നിങ്ങൾ ആ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയും. അത് ആരോടും പരസ്യമാക്കരുത് കേട്ടോ. അത് നമ്മൾ രഹസ്യമാക്കി വെക്കണം. പരസ്യമാക്കി അതിൻ്റെ ഫലം പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലത്തെ ഒന്നാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? വേട്ടാളൻ തന്നെയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ, നമ്മളെ ഈ ജനലിൻ്റെയും ഒക്കെ ഭാഗത്ത് ഇങ്ങനെ വേട്ടാളൻ മണ്ണ് കൊണ്ട് പുതിയ കൂട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ലക്ഷണം എന്താണെന്നറിയോ? നമ്മളിലേക്ക് സമ്പത്ത് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് കേട്ടോ. പക്ഷെ പലർക്കും അറിയില്ല. വേട്ടാളൻ കൂട് വെട്ടിയാൽ അത് സമ്പത്താണെന്നൊന്നും വിചാരിക്കാതെ ചിലർ തട്ടിക്കളയുന്നുണ്ട് അല്ലേ. പണ്ട് മുത്തശ്ശിമാർ പറയും, വേട്ടാളൻ്റെ കൂട് നശിപ്പിച്ച് കളയരുതേ കുട്ടി, മൂക്കിൽ കുരു ഉണ്ടാവും എന്നൊക്കെയാണ് അമ്മമ്മമാർ പറഞ്ഞു തരിക അല്ലേ നമുക്ക്. എങ്കിലും കുട്ടികളെ തട്ടിക്കളയരുത് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ അതല്ല, അവരത് രഹസ്യം പറയണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിലേക്ക് സമ്പത്ത് വന്ന് ചേരും. ചിലവർ പറയും കേട്ടോ, ഗർഭിണികളുള്ള വീട്ടിലാണെങ്കിൽ അമ്മമാർ പറയുന്നതാണ്, അത് 100 വെക്കണ ഒരു കൂട്, മൺകൂട്, അങ്ങനത്തെ ഒരു 100 പോലത്തെ കൂടാണെങ്കിൽ അത് പെൺകുട്ടിയാവുന്നത്. പിന്നെ അത് മണിക്കൂട്, അതിങ്ങനെ ഉരുണ്ടിട്ടൊരു സൈസ് ഉണ്ട് കേട്ടോ വേട്ടാളൻ കൂട്. അതാണെങ്കിൽ അവിടെ ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുന്നത് ആൺകുട്ടിയാവും എന്ന് പറയും. എങ്കിലും അമ്മമ്മമാർ പറയും അതോ കാരണം തട്ടിക്കളയരുത് എന്ന് കേട്ടോ. ഇപ്പോഴെനിക്ക് മനസ്സിലായി അമ്മമ്മ അത് പരസ്യമാക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെന്നുള്ളത്. അതിൽ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നടന്നു പോണ സമയത്തോ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, നമുക്ക് 1 രൂപ നാണയാവും. നമ്മളത് 1 രൂപയല്ലേ വിചാരിച്ച് തട്ടിക്കളയരുത് കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അത് നമ്മൾ ചിലവാക്കാനുള്ള പൈസയല്ല, അതുപോലെ തന്നെ നമ്മളത് തട്ടിക്കളയാനുള്ള പൈസയല്ല. അത് നമ്മൾ ഭഗവാന്റെ മുന്നിൽ സൂക്ഷിച്ച് വെക്കുക. ലക്ഷ്മി കടാക്ഷമാണ്, ഭഗവാൻ നമുക്ക് തരുന്നൊരു സമ്മാനമാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, 1 രൂപ കോയിൻ എന്നാണ് കോടീശ്വരനാവണം മനുഷ്യൻ. മനസ്സിലായില്ലോ? 1 രൂപ വേണം. അതൊരു വലിയ സംഖ്യയാണ് മക്കളെ. അത് ഒരിക്കലും 1 രൂപയല്ലേ വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ കൈകൊണ്ട് ചിലർ മുടിച്ച് കളയണതൊക്കെ കാണാം നമ്മളല്ലേ. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അത് നിങ്ങൾ എന്നും പൂജാമുറിയിൽ ഒരു അമൂല്യ നിധി പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം മക്കളെ. ഇങ്ങനെയൊക്കെ 1 രൂപ കിട്ടിയേ അതൊന്നും ആരോടും പറയരുത് കേട്ടോ. ചിലവർക്ക് വലിയ തുകയാണ് കിട്ടിയിട്ടുണ്ടാവുക, ചിലവർക്ക് 1 രൂപ കോയിൻ ഞാൻ ചെറുത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നിങ്ങളിത് വഴിയിൽ നിന്ന് കിട്ടിയെന്ന് ആരോടും മിണ്ടുവരുത്. അങ്ങനെ ചെയ്യാൻ എന്താണെന്നറിയോ, അതിൻ്റെ വർക്കത്ത് പോകും. അപ്പോൾ എന്ത് ചെറിയതും നമുക്ക് വലിയ കാര്യമായിട്ട് കാണാൻ സാധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് രഹസ്യം മനസ്സിൽ സൂക്ഷിക്കാൻ ചെറിയൊരു കഴിവ് മനുഷ്യന് വേണം. മനസ്സിലായല്ലോ? അപ്പോൾ അത് രഹസ്യമാക്കി വെക്കണം. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ രാവിലെ എണീറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് തോന്നും ഒരു ശംഖനാഥം കേൾക്കുന്നുണ്ടെന്ന് പ്രകൃതിയിൽ നിന്ന്. അത് 5 മണിക്ക് എണീക്കുന്നവർക്കാണ് കേട്ടോ കൂടുതൽ അത് കേൾക്കാൻ പറ്റുക. ഒരു 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പ്രകൃതിയിൽ ആകെ തിരക്ക് തുടങ്ങിയല്ലേ. അപ്പോൾ നമ്മൾ ഈ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നവർക്ക് പലവർക്കും അത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണെന്നറിയോ, ഭഗവാന്റെ അനുഗ്രഹം നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ആ ശംഖനാഥം കേട്ട് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ ശംഖനാഥം കേൾക്കാറുണ്ട് ഡെയിലി രാവിലെ നീക്കുമ്പോൾ. ഏത് അമ്പലത്തിൽ നിന്നാണാവോ എന്ന് ചിലവർക്ക് മനസ്സിൽ കരുതും. പക്ഷേ അല്ല, ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഭഗവാൻ നിങ്ങളുടെ കൂടെ എത്തി എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് ഇതും നിങ്ങളെ രഹസ്യമാക്കി വെക്കാൻ നോക്കണം. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളുടെയൊക്കെ വീട്ടിൽ തുളസി അല്ലേ, തുളസി ശോഷിച്ച് നിൽക്കണ ചില വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടിൻ്റെ കാലം എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തൊടിയിലെ ചില സ്ഥലത്ത് നമുക്ക് അത് നമ്മളെ ലക്ഷണമൊത്ത സ്ഥലത്താവും അത് വന്ന് മുളച്ചിട്ടുണ്ടാവുക, നമ്മളറിയാതെ കേട്ടോ. അത് തഴച്ച് പൊളച്ച് വളരും. നമ്മളതിനൊരു വളം പോലും ഇട്ട് കൊടുക്കണ്ടാവില്ല, വെള്ളം പോലും ഉണ്ടാവില്ല. നമ്മൾ തുളസി തറയിലത്തെ ചിലപ്പോൾ ശോഷിച്ചിട്ട് നിൽക്കണ തുളസിയായിരിക്കും. നേരെ മറിച്ച് കുറച്ച് അപ്പുറത്തൊന്ന് തഴച്ച് വളരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു, ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തയ്യാറെടുത്തു, ഇനി ഒരു പേടിയും പേടിക്കേണ്ടാന്ന്. അപ്പോൾ നിങ്ങൾ ആ തുളസിയെ വലം വെച്ച് തൊഴുകാൻ ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെ സ്ത്രീകൾ പ്രത്യേകിച്ചു കേട്ടോ. അതും അന്ന് മുതൽക്ക് അതിനൊരു തുള്ളി വെള്ളം നിങ്ങൾ ആ തുളസി തറയിലെ തുളസിക്ക് നനയ്ക്കുന്ന സമയത്ത് ഒരു ലേശം വെള്ളം അതിന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കൈ വണങ്ങണം കേട്ടോ. അത് നമ്മളെ ലക്ഷ്മി ദേവി നമ്മളെ വീട്ടിലേക്ക് വന്നതായിട്ടാണ്. 5ാമത്തെ കേട്ടോ. അപ്പം അതും എന്താണെന്നറിയില്ല, ഞാൻ നട്ട് നനച്ചോന്നല്ല ഈ തുളസി നല്ലോണം പൊട്ടിപ്പൊളിച്ചുണ്ടാവണു. അത് ആരോടും നിങ്ങൾ പറയണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ, പൂച്ച വീട്ടിൽ വന്ന് പ്രസവിക്കുക.
നമ്മൾ അതുവരെയൊന്നും ആ പൂച്ചയെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു ദിവസം രാവിലെ നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ കാണാം നമ്മളുടെ എന്തെങ്കിലും ഒരു മൂലയിലോ അല്ലെങ്കിൽ കടക്കട വക്കത്തോ എവിടെയെങ്കിലും ഒരു പൂച്ച ഒരു 5-6 കുട്ടിയും പ്രസവിച്ച് പൂച്ചയെ കണ്ടിട്ടും ഉണ്ടാവില്ല. കുട്ടികളെ നിങ്ങൾ എപ്പോഴും കാണൂലേ? പല വീട്ടിലും ഉണ്ടല്ലേ, ചിലപ്പോൾ വിറക് വെക്കണ പെരയിലാവാം, ചിലപ്പോൾ അടുക്കള മൂലയിലാവാം. എവിടെയാണെങ്കിലും മക്കളെ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ഭാഗ്യം വന്ന് ചേരുക എന്നുള്ളത്. ആ പൂച്ചക്കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കരുത് കേട്ടോ. അവർ നടന്നു പോവാറായി, അവർ അറിയാലോ 7 ഇല്ലം കയറ്റും പൂച്ച, മനസ്സിലായില്ലേ? 7 ഇല്ലം കയറ്റും എന്ന് പറഞ്ഞാൽ 7 വീട്ടിലേക്ക് ഇങ്ങനെ മാറി മാറി കൊണ്ടുപോയിക്കോളും സുരക്ഷിതമായിട്ട് പൂച്ച കുട്ടികൾ വലുതാകുമ്പോഴേക്കും. അതിനെ നമ്മളൊന്ന് മാറ്റി കുറച്ച് ഒരു ജീവനല്ലേ കേട്ടോ. അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന പൂച്ച എന്ന് പറഞ്ഞാൽ തന്നെ മഹാലക്ഷ്മിയുടെ ഒരു പ്രതീകമാണ് കേട്ടോ. അത് കാരണം പൂച്ച പ്രസവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ, മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഇനി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വെച്ചടി കയറ്റാട്ടോ പ്രസവിച്ച് കഴിഞ്ഞാൽ. അല്ലാതെ ജീവഹാനിയൊന്നും പൂച്ച വീട്ടിൽ ചെയ്യാൻ പാടില്ല കേട്ടോ. പൂച്ചയ്ക്ക് എന്തെങ്കിലും നമ്മളെ വീട്ടിൽ വന്നൊരു ജീവഹാനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കഷ്ടപ്പാട് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ലക്ഷ്മി ദേവിയെ നല്ലോണം മനസ്സിൽ ധ്യാനിക്കണം കേട്ടോ. അമ്മേ ദേവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. അത് നമ്മളറിയാതെ നമ്മളൊന്നും കാട്ടിയിട്ടൊന്നല്ല, പക്ഷേ നമുക്ക് പ്രകൃതി കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. പിന്നെ 7ാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? നമ്മൾ കാണാൻ ചുമരിലൊക്കെ അല്ലേ, ഒരു പല്ലിയെ കാണാം, 2 പല്ലിയെ കാണാം. അങ്ങനെയല്ല മക്കളെ, ഭാഗ്യത്തിൻ്റെ ലക്ഷണം 3 പല്ലി ഒരുമിച്ച് കൂടി നിൽക്കണത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ മഹാലക്ഷ്മി ആ വീട്ടിൽ, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം കേട്ടോ, 3 പല്ലിയെ കാണുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയരുത് കേട്ടോ, അത് രഹസ്യമാണ്. ഞാൻ ഇപ്പോൾ കണ്ടു എന്നല്ല പറയണത്. പലരും ഇപ്പം നിന്നോട് വിപരീതം ചോദിക്കും, അമ്മ പറഞ്ഞില്ലേ ഫലം പോയില്ലേന്ന്. ഞാൻ കണ്ടു എന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യമാക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരോടും പറയരുത് 3 പല്ലിയെ കണ്ടു പിന്നെ അതിനെ തച്ചൊല്ലൊന്നും അരുത് കേട്ടോ കുട്ടികളെ. നിങ്ങളാരും ആ 3 പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ അവർ പോയിക്കോളും, പല വഴിക്ക് പിരിഞ്ഞ് പോയിക്കോളും. പിന്നെ നിങ്ങൾക്ക് ഈ കോഴിമുട്ടയുടെ ഓടൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കള ഭാഗത്ത് കൂടെയൊക്കെ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിൽ പല്ലി ആ ഭാഗത്ത് കൂടെ ഒന്നും വരുന്നില്ല എങ്കിലും നമ്മൾ കൊല്ലരുത് കേട്ടോ. നമ്മൾ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിയെ കൊല്ലരുതെന്നാണ് ശാസ്ത്രത്തിൽ. അപ്പോൾ അതൊരു ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവുകൊണ്ടാണ് പല്ലി നമ്മളെ വീട്ടിൽ കൂടെ വന്ന് വരുന്നത്. അപ്പോൾ നിങ്ങളത് ആരോടും പറയുകയരുത്, അതിനെ നശിപ്പിക്കുകയരുത്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, വരിയായിട്ട് കട്ട പിടിച്ചിട്ട് കറുത്ത ഉറുമ്പ് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നത്. കണ്ടിട്ടില്ലേ? പലവരുടെ വീട്ടിലും കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ ഈ കറുത്ത ഉറുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാഗ്യത്തിൻ്റെ ലക്ഷണം കേട്ടോ. അല്ലാതെ പുളിയുറുമ്പോ ആ ചുവന്ന ഉറുമ്പോ ചോണനോ ഒന്നുമല്ല, കട്ടുറുമ്പോ ഒന്നുമല്ല, കറുത്തിട്ടുണ്ട് ഒരു തരം ഉറുമ്പ്. പണ്ട് വീടുകളിൽ അമ്മമാർ പറയുമല്ലേ, കല്യാണ ഉറുമ്പാണിത്, അതിനെ ആട്ടിപ്പായിക്കരുത് എന്ന്. അത് എന്തിനാണ് അമ്മമ്മമാർ അങ്ങനെ പറയണത്? അത് രഹസ്യമല്ലേ, അത് പറയണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി കടാക്ഷം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് കറുത്ത ഉറുമ്പ് നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ. പിന്നെ 9ാമത്തെ ലക്ഷണം എന്താ വെച്ചാൽ പശു, അപ്രതീക്ഷിതമായിട്ടൊരു പശു നമ്മളെ വീട്ടിലേക്ക് എവിടെയെങ്കിലും കെട്ടിയതാവും, ആരെങ്കിലും പശുവാവും, എങ്കിലും വഴിതെറ്റി നമ്മളെ വീട്ടിലേക്ക് വന്നുവോ ഉറപ്പിച്ചോളൂ ലക്ഷ്മി ദേവിയുടെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾ തല്ലൊന്നും അരുത് കേട്ടോ. ഒരു പഴത്തിൻ്റെ തോലോ എന്തെങ്കിലും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ കൊടുത്തു വിടുക. എന്നാലും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രകൃതി തരുന്ന ലക്ഷണമാക്കി നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ പശു വന്നു ആരുടെയാണാവോ നിങ്ങൾ പറയാൻ പോകണ്ട കേട്ടോ. അത് വന്ന വഴിക്ക് പോയിക്കോളും. അത് ഭഗവാന്റെ ഒരു ഭഗവതി ദേവി നമ്മളെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അത് പരസ്യമാക്കണ്ട കേട്ടോ. പിന്നെ 10ാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? ഏത് ടെൻഷൻ അടിക്കണ മനുഷ്യനാണെങ്കിലും ചില സമയത്തുണ്ടല്ലോ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം നമ്മളെ മനസ്സിലേക്ക്. അത് എന്തുകൊണ്ടാണ് നമുക്ക് പോലും അറിയില്ല. നമുക്കൊരു സമാധാനവും സന്തോഷവും എന്തോ ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നാൻ സാധിക്കും അല്ലേ ചില സമയത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇല്ല എല്ലാ കഷ്ടപ്പാടും ഒഴിഞ്ഞു പോയി, ഇനി നല്ലതേ നമുക്ക് വരൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അത് ആരോടും പറയരുത് കേട്ടോ. എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നിക്കും മനസ്സിന് ഇന്ന് രാവിലെയെന്ന് ആരോടും മിണ്ടണ്ട, അത് അങ്ങനെ തന്നെ വെച്ചോളൂ. അപ്പോൾ ഈ 10 ലക്ഷണങ്ങൾ കണ്ടാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 10 ലക്ഷണങ്ങൾ കണ്ടാൽ അത് രഹസ്യമാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മടനെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.